റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിശുദ്ധമായ കഅബയുടെ പരിസരത്തേക്ക് കടന്നു വരുകയാണ്. ഉസ്മാൻ ബിൻ അബീ തുൽഹ എന്ന് പറയുന്ന മുശ്രിക്കായ മനുഷ്യന്റെ കയ്യിലാണ് കഅബയുടെ താക്കോലിന്റെ സൂക്ഷിപ്പുള്ളത്. ഹബീബായ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കടന്നു വന്നപ്പോ ഉസ്മാൻ ബിൻ അബീ തുൽഹ എന്നതാകുന്ന മനുഷ്യൻ ഹബീബായ നബി തങ്ങൾക്ക് കഅബയുടെ താക്കോൽ ഏൽപ്പിക്കുകയാണ്. ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിശുദ്ധമായ കഅബ തുറക്കുകയാണ്. ആ കഅബയ്ക്കുള്ളിൽ കയറുകയാണ്, നിസ്കാരം നിലനിർത്തുകയാണ്. ഹബീബായ നബി തങ്ങൾ കഅബയ്ക്കുള്ളിൽ വെച്ചുകൊണ്ട് 2 റക്അത്ത് നിസ്കരിക്കുകയാണ്. നമസ്കാരം കഴിഞ്ഞപ്പോൾ സ്വഹാബത്ത് ഓടിക്കൂടുകയാണ്. ബഹുമാനപ്പെട്ടതാകുന്ന അബൂബക്കർ സിദ്ദീഖ് തങ്ങളുണ്ട്, അലിയാർ തങ്ങളടക്കമുള്ള പ്രമുഖരായ സ്വഹാബത്തുണ്ട്. എല്ലാവരുടെയും ചിന്ത ഹബീബായ നബി തങ്ങൾ വിശുദ്ധമായ കഅബയുടെ താക്കോൽ എന്നെ ഏൽപ്പിക്കും എന്നുള്ള ചിന്തയാ. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പുറത്തിറങ്ങിക്കൊണ്ട് കഅബ പൂട്ടിയിട്ട് താക്കോൽ മുശ്രിക്കായ ഉസ്മാൻ ഇബ്നു അബീ തുൽഹയുടെ കയ്യിൽ കൊടുക്കുകയാണ്. കാരണം അദ്ദേഹത്തിന്റെ അധികാരത്തിലാണ് ഇപ്പോൾ കഅബ മുന്നോട്ട് പോകുന്നത്. ഇന്നല്ലാഹ യഅമുറുകും അൻ തുഅദ്ദുൽ അമാനാതി ഇലാ അഹ്ലിഹാ. തന്നെ വിശ്വസിപ്പിച്ച് തന്നെ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് തന്റെ കൈകളിലേക്ക് താക്കോൽ കൂട്ടം നൽകിയതാകുന്ന ഉസ്മാനിനെ വഞ്ചിക്കാൻ അല്ലാഹുവിന്റെ റസൂൽ തയ്യാറായില്ല. ഉസ്മാൻ ഇബ്നു അബീ തുൽഹയുടെ കൈകളിലേക്ക് തന്നെ വിശ്വാസം പൂർത്തീകരിച്ചുകൊണ്ട് സത്യസന്ധത നിലനിർത്തിക്കൊണ്ട് നബി തങ്ങൾ താക്കോൽ ഏൽപ്പിച്ചുകൊണ്ട് ഓതുകയാ. ഇന്നല്ലാഹ യഅമുറുകും അൻ തുഅദ്ദുൽ അമാനാതി ഇലാ അഹ്ലിഹാ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ കൽപ്പനയാണ്. ഏതൊരു വ്യക്തിയിൽ നിന്നാണോ നിങ്ങൾ സാക്ഷ്യപത്രം നേടിയിട്ടുള്ളത് അവനിലേക്ക് തന്നെ വിശ്വാസത്തോടുകൂടി കാര്യങ്ങൾ തിരിച്ചേൽപ്പിക്കണേ. അത് വിശുദ്ധ ഇസ്ലാമിന്റെ നിയമമാണ്. ഒരുപക്ഷെ ഇസ്ലാമികമാകുന്ന സിരാ കേന്ദ്രമായി ഈ മക്ക മാറിയിട്ടുണ്ടാകാം. പക്ഷെ ഈ കഅബയുടെ താക്കോൽ ഞാൻ വാങ്ങിച്ചത് ഈ മുശ്രിക്കായ മനുഷ്യൻ അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്നാണ്. അവിശ്വാസിയാണ്. അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് എനിക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നൽകുമെന്ന് കരുതി സ്വഹാബത്തിൽ പല ആളുകളും ഊറ്റം കൊണ്ടു എന്നാണ്. അലി റളിയല്ലാഹു അൻഹു ഒക്കെ ഉറപ്പിച്ചു, മരുമകനാകുന്ന എനിക്ക് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തരും. കൊടുത്തില്ല. ആരിൽ നിന്നാണ് വാങ്ങിച്ചത്? അദ്ദേഹത്തിന്റെ കയ്യിലേക്ക്. വിശ്വസിച്ച് തന്നെ ഏൽപ്പിച്ചതല്ലേ, അതേപോലെ തിരിച്ചേൽപ്പിക്കുക. ഒക്കെ വലിയ പാഠമാണ് ഈ ഉമ്മത്തിന്. മനസ്സിലാക്കാൻ ഒരുപാട് പാഠങ്ങളുണ്ട്. നമ്മളിൽ എത്ര പേര് നമ്മളെ വിശ്വസിച്ചേൽപ്പിച്ചതാകുന്ന കാര്യങ്ങളെ പരിപൂർണമായി നിലനിർത്തി പോരുന്നുണ്ട്? ഓരോരുത്തരും ചിന്തിക്കും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നാ അറദ്നാൽ അമാനത അലസ് സമാവാതി വൽ അർദ് فأبين أن يحملنها وأشفقن منها وحملها الإنسان إنه كان ظلوما جهولا. പരിശുദ്ധമായ ഖുർആൻ പറയുകയാണ്, നാം അമാനത്തിനെ ആകാശഭൂമികളിലേക്ക് ഏൽപ്പിച്ചപ്പോൾ ആകാശഭൂമികൾ ഏറ്റെടുത്തില്ല. കാരണം ഇത് നിസ്സാരമായ ദൗത്യമല്ല. ഏൽപ്പിക്കപ്പെട്ട കാര്യങ്ങൾ പരിപൂർണമായ ഉത്തരവാദിത്വത്തോടുകൂടി പരിപൂർണമായ വിശ്വാസത നിലനിർത്തിക്കൊണ്ട് ചെയ്യുക എന്നുള്ളത് വലിയ ബാധ്യതയാണ്. അവനവനെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ കൃത്യമായി നിർവഹിക്കൽ നിർബന്ധമാണ്. അതിൽ വീഴ്ച വരുത്തൽ തെറ്റാണ്, പാതകമാണ്. ആകാശഭൂമികളുടെ മേൽ അമാനത്തിനെ നാം ഏൽപ്പിച്ചപ്പോൾ ഫഅബൈന അൻ യഹ്മിലഹാ വശഫഖന മിൻഹാ
ഖുർആനിലൂടെ അല്ലാഹു പറയുകയാണ്, ആകാശവും ഭൂമിയും വിസമ്മതിക്കുകയാണ്, അവരേൽക്കാതെ നിലകൊള്ളുകയാണ്. കാരണം ഇതൊരു ചെറിയ ഉത്തരവാദിത്തമല്ല, വലിയ ഉത്തരവാദിത്തമാണ്. വീഴ്ച വരുത്തിയാൽ പ്രയാസമാണ്. അങ്ങനെ നിലകൊള്ളുമ്പോ അത് ഏറ്റെടുത്തത് മനുഷ്യജനങ്ങളാണ്, മനുഷ്യ വിഭാഗമാണ്. ഖുർആൻ പറയുകയാണ്, വഅശഫഖന മിൻഹാ വഹമലഹൽ ഇൻസാൻ. ജനങ്ങളാണ് അതിനെ ഏറ്റെടുത്തത്. ഞങ്ങൾ ഉത്തരവാദിത്തങ്ങൾ പരിപൂർണമായി പൂർത്തീകരിക്കാമെന്ന് ഓരോരുത്തരും അവരവരിലേക്ക് ചൂണ്ടുപലകയായി ഓരോ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാൻ മടിയില്ലാതെ കടന്നു വരികയാണ്. അത് ഓരോ ഫീൽഡിലും അങ്ങനെ തന്നെയാണ്. പള്ളിയുടെ കാര്യം മാത്രമല്ല, മദ്രസയുടെ കാര്യം മാത്രമല്ല, ദീനിന്റെ കാര്യം മാത്രമല്ല, വീടിന്റെ കാര്യം എടുത്തു നോക്കിയാലും ഏത് വിഷയമെടുത്താലും ഞാൻ ഏറ്റെടുത്തു കൊള്ളാമെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാത്തിൻ്റെയും ക്രെഡിറ്റ് ഏറ്റെടുക്കാൻ തയ്യാറാകുന്ന ജനവിഭാഗങ്ങൾ ഉണ്ടാകും. വിശുദ്ധമായ ഖുർആൻ വഹമലഹൽ ഇൻസാൻ, മനുഷ്യൻ അത് ഏറ്റെടുക്കാൻ തുടങ്ങി. എല്ലാം ഞങ്ങൾ ഏറ്റെടുത്തോളാം. ഉത്തരവാദിത്തങ്ങൾ മുഴുവനും മനുഷ്യൻ ഏറ്റെടുത്തു. ആകാശവും ഭൂമിയും അവർ വിലങ്ങി നിന്നു, മാറി നിന്നു. ഖുർആൻ പറയാൻ മനുഷ്യന് നിസ്സാരമായിട്ട് ഞങ്ങൾ ഏറ്റെടുത്തോളാം, പ്രശ്നമൊന്നുമല്ല എന്ന് പറഞ്ഞ് എല്ലാം ഏറ്റെടുത്തു. പക്ഷേ ഇന്നഹു കാന ലലൂമൻ ജഹൂലാ, മനുഷ്യൻ എന്നാൽ അക്രമിയാണ്, അള്ളാഹുവിനോട് അക്രമമാണ് ചെയ്തിട്ടുള്ളത്, വിവരക്കേടാണ് അവൻ കാണിച്ചിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ ഏറ്റെടുത്ത ഉത്തരവാദിത്തങ്ങൾ വേണ്ട വിധത്തിൽ കൃത്യനിർവഹണം നടത്തുന്നില്ല. അവിടെയാണ് വിഷയം. നമ്മളെല്ലാവരും ഇപ്പൊ കുടുംബനാഥന്മാർ ഈ മജ്‌ലിസിലുണ്ട്. വാപ്പ വീടിന്റെ പരിപൂർണമായ ഉത്തരവാദിത്വമായിട്ട് നിലകൊള്ളുന്ന ഉമ്മമാർ ഈ മജ്‌ലിസിലുണ്ട്. അവർ അവരുടേതാകുന്ന ഭാഗം, വാപ്പ വാപ്പയുടേതാകുന്ന ഭാഗം, ഉമ്മയോടുള്ളതാകുന്ന അഥവാ സ്വന്തം ഭാര്യയോടുള്ള കടമകൾ പൂർത്തീകരിക്കുന്നുണ്ടോ? ശ്രദ്ധിക്കണേ. ഉമ്മയോടുള്ളതാകുന്ന ഭാര്യയോടുള്ള കടമകൾ പരിപൂർണമായി പൂർത്തീകരിക്കുന്നുണ്ടോ? മക്കളോടുള്ള കടമകൾ പൂർത്തീകരിക്കുന്നുണ്ടോ? ഒരു കുടുംബനാഥൻ എന്ന നിലയ്ക്ക് കുടുംബക്കാരോടുള്ളതാകുന്ന ഉത്തരവാദിത്തങ്ങളുണ്ട്. എത്ര പേര് പൂർത്തീകരിക്കുന്നുണ്ട് അവരോടുള്ളതാകുന്ന ഉത്തരവാദിത്തം? അയൽപക്കക്കാരാകുന്ന ആളുകളോട് നമുക്ക് ഉത്തരവാദിത്തമുണ്ട്. എത്ര ആളുകൾ പൂർത്തീകരിക്കുന്നുണ്ട്? ഇതൊക്കെ ഓരോരോ അമാനത്താണ്. നാട്ടുകാരോട് ഒരുപാട് ഉത്തരവാദിത്തങ്ങളുണ്ട്. എത്ര പേര് പൂർത്തീകരിക്കുന്നവരുണ്ട്? മുസ്ലിം സമുദായത്തോട് മാത്രമല്ല, സഹോദര സമുദായത്തിൽപ്പെട്ടവരോട് നമുക്ക് ഉത്തരവാദിത്തമുണ്ട്. എത്ര ആളുകൾ പരിപൂർണമായി പൂർത്തീകരിക്കുന്നവരുണ്ട്? ചെറിയ കുട്ടികളോട് കാരുണ്യത്തോടുകൂടി വേണം പെരുമാറാൻ. എത്ര പേർ? മക്കളോടല്ല, മറ്റുള്ളവരുടെ മക്കളോട് തന്നെ കാരുണ്യത്തോടുകൂടി വർത്തിക്കുന്നവർ എത്ര പേർ? മുതിർന്നതാകുന്ന ആളുകളോട് ദേഷ്യം പിടിക്കാൻ പാടില്ല, ബഹുമാന ആദരവുകൾ കാണിക്കണം. എത്ര ആളുകൾ ആ ഉത്തരവാദിത്വം പൂർത്തീകരിക്കുന്നവരുണ്ട്? നമ്മൾ ചിന്തിക്കുക. നമ്മളൊക്കെ എത്ര ആളുകൾ അമാനത്തിനെ പരിപൂർണമായി പൂർത്തീകരിച്ചു കൊണ്ട് പോകുന്നവരുണ്ട്, ഉത്തരവാദിത്തങ്ങൾ പരിപൂർണമായി നിർവഹിക്കുന്നവരുണ്ട്? ഓരോരുത്തരും അവരവരുടെ തസ്തികകളെ ശരിക്കും നല്ലതുപോലെ ശ്രദ്ധിക്കണം. പള്ളികളുടെ ഉത്തരവാദിത്വം ഏറ്റെടുത്തവർ, പ്രസിഡന്റ്, സെക്രട്ടറി, ട്രഷറർ, ഏതൊക്കെ തസ്തികളിലുണ്ടോ, നിർമ്മാണ കമ്മിറ്റിയിൽ ഇരിക്കുന്നവരുണ്ടോ, ഏതെല്ലാം ഉറൂസ് കമ്മിറ്റി ഭാരവാഹികൾ, ഉറൂസ് നടക്കുന്ന സ്ഥലങ്ങളിൽ അതിന്റെ ഭാരവാഹിത്വം വഹിക്കുന്നവർ, അവരവരുടെ തസ്തികകൾ കറക്റ്റായിട്ട് ഉത്തരവാദിത്തങ്ങൾ കൃത്യമായിട്ട് നിർവഹിക്കുന്നുണ്ടോ? അതല്ലാതെ പേരും പ്രശസ്തിക്കും മാത്രമാണോ നിലകൊള്ളുന്നത്? ഓരോരുത്തരും ചിന്തിക്കണം. ഒരു ഇമാം എന്ന നിലയിൽ, പള്ളിയിലേതാകുന്ന മഹല്ലിലെ ഇമാമ്, ഒരു പ്രഭാഷകൻ എന്ന നിലയിൽ വരുന്നതാകുന്ന പ്രഭാഷകർ, ഒരു മുദരിസ് എന്ന നിലയിൽ പള്ളികളിൽ ദറസ് നടത്തുന്നതാകുന്ന മുദരിസ്, ഒരു മുതഅല്ലിം എന്ന നിലയിൽ അവിടെ പഠിക്കുന്നതാകുന്ന വിദ്യാർത്ഥി, ഇങ്ങനെ ഓരോരുത്തർക്കും ഉണ്ട് അമാനത്ത്. അവരവരുടെ ഉത്തരവാദിത്തങ്ങൾ കൃത്യമായി നിർവഹിക്കുന്നുണ്ടോ ആണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അത് സൂക്ഷിച്ചാൽ തന്നെ ഈ ദുനിയാവ്
നിന്റെ കൈവെള്ളയിലാണ്. ദുനിയാവിൽ എന്ത് സംഭവിച്ചാലും നിനക്ക് പ്രശ്നമല്ല, നീ വിജയിച്ചവനാണെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. നമ്മുടെ ജീവിതത്തിൽ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു ഘടകമാണ്. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ലാ ഈമാന ലിമൻ ലാ അമാനത ലാ വലാ ദീന ലിമൻ ലാ അഹദ ലാ. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉറപ്പെടുത്തുകയാണ്, ലാ ഈമാന ലിമൻ ലാ അമാനത ലാ. വിശ്വാസമില്ലാത്തവനാണ്, അമാനത്ത് പൂർത്തീകരിക്കാത്തവൻ, ഉത്തരവാദിത്തങ്ങളെ സത്യസന്ധമായി പൂർത്തീകരിക്കാത്തതാകുന്ന ആള് ഈമാനില്ലാത്തവനാണ് എന്ന് നബിയുനാ റസൂലുള്ളാഹി. വലാ ദീന ലിമൻ ലാ അഹദ ലഹു. കരാറ് പൂർത്തീകരിക്കാത്തവൻ ഒരു വ്യക്തിയോട്, കൂട്ടുകാരനോട്, പള്ളിയോട്, സമൂഹത്തോട്, സമുദായത്തോട്, ആരോട് നീ കരാറ് ചെയ്തിട്ടുണ്ടോ ആ കരാറ് പൂർത്തീകരിക്കാത്തവൻ ദീനില്ലാത്തവനാണ്, മതബോധം നഷ്ടപ്പെട്ടവനാണ് എന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. അപ്പൊ കർത്തവ്യങ്ങൾ പൂർത്തീകരിക്കാത്തവൻ എന്തല്ല? മുഅ്മിനല്ല. കരാറുകൾ പൂർത്തീകരിക്കാത്തവൻ എന്തില്ല? ദീനില്ല. അല്ലാഹു നമ്മളെ കാക്കട്ടെ. വലിയൊരു വാക്കാണ്, നബിതങ്ങളുടെ വാക്കാണ്. പറഞ്ഞാൽ മുഅ്മിൻ എന്ന് പേരേ ഉള്ളൂ, നിന്നിൽ യാതൊരുവിധ ഈമാനിന്റെ ഖുവ്വത്തും കാണുന്നില്ല എന്നാണ് പറഞ്ഞതിന്റെ സാരം. നല്ലതുപോലെ ശ്രദ്ധിക്കണം, ഉത്തരവാദിത്തങ്ങളൊക്കെ പരിപൂർണമായി നിർവഹിക്കണം. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, കുല്ലുകും റാഇൻ വകുല്ലുകും മസ്ഊലുൻ അൻ റഇയതിഹി. അൽ മർഅതു റഇയത്തുൻ ഫീ ബൈതി സൗദിഹാ. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്റെ പ്രിയപ്പെട്ട അനുയായികളോട് ഉറപ്പെടുത്തുകയാണ്, കുല്ലുകും റാഇൻ വകുല്ലുകും മസ്ഊലുൻ അൻ റഇയതിഹി. നിങ്ങൾ ഓരോരുത്തരും ഭരണാധികാരികളാണ്. നിങ്ങളുടേതാകുന്ന ഉത്തരവാദിത്വം, നിങ്ങളുടേതാകുന്ന ഭരണസിരാ കേന്ദ്രങ്ങൾ കുടുംബങ്ങളുമായി നിലകൊള്ളുന്നവരാണ് എങ്കിൽ ആ കുടുംബത്തിന്റെ ഉത്തരവാദിത്വം അതിന്റെ തലവനാണ്. വൽ മർഅതു റാഇയത്തുൻ ഫീ ബൈതി സൗജിഹാ. തീർച്ചയായിട്ടും പെണ്ണ്, ഉമ്മയെന്ന് പറയുന്നത് അവളുടെ കുടുംബത്തിന്റെ മുഴുവൻ ഉത്തരവാദിത്വവും ഉള്ളവളാണ് എന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. തന്റെ ഭരണീയരെ സംബന്ധിച്ച് താൻ ആരെയാണോ ഭരിക്കുന്നത് അവരുടേതാകുന്ന ഉത്തരവാദിത്തങ്ങൾ നീ നിർവഹിച്ചോ എന്നതിനെ സംബന്ധിച്ച് അല്ലാഹു നിന്നോട് ചോദിക്കും. കുല്ലുക്കും മസ്ഊലുൻ അൻ റഇയതിഹി ശഫീഉനാ റസൂലുള്ളാഹി. ചുമ്മാ പോകാൻ പറ്റൂല. വാപ്പയുടെ റോള് കറക്റ്റായിട്ട് കൊണ്ടുപോയിട്ടുണ്ടോ? ചോദ്യം ഉണ്ടാകും. മക്കളോട് ആത്മീയമാകുന്ന രീതിയിൽ ഇടപെട്ടിട്ടുണ്ടോ? ബഹുമാനപ്പെട്ട അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, 3 കാറ്റഗറിയായിട്ട് നിങ്ങളുടെ മക്കളുടേതാകുന്ന ജീവിതത്തെ തിരിക്കണം. ശ്രദ്ധിക്കണേ. 7 വയസ്സ് വരെയുള്ളതാകുന്ന കുട്ടികളുള്ളവരെന്ന് കൈയുയർത്തിക്ക്. 7 വയസ്സ് പ്രായമുള്ളതാകുന്ന കുട്ടികളുള്ള മാതാപിതാക്കൾ ഒന്ന് കൈയുയർത്തിക്ക്. എത്ര പേരുണ്ട്? ഉപ്പമാര് മതി. മാഷാ അല്ലാഹ്. അല്ലാഹു നമ്മുടെ മക്കളെയൊക്കെ സാലിഹീൻ ഉൾപ്പെടുത്തട്ടെ. 14 വരെ ഉള്ളവരോ? 7, 14 വയസ്സുള്ള, അത് അത്രയും പ്രായമുള്ളവർ. 21 വരെ ഉള്ളവരോ? 21. അതുകൊണ്ട് എന്നാ കേട്ടോ, 7, 14, 21 3 കാറ്റഗറി ആയിട്ടാണ് അലി റളിയല്ലാഹു അൻഹു ആ പ്രായത്തിലുള്ള മക്കളെ തിരിച്ചത്. ഖാല അലി റളിയല്ലാഹു അൻഹു, അലി റളിയല്ലാഹു അൻഹു പറയുകയാണ്, മക്കളോട് വാപ്പ പെരുമാറേണ്ട രീതി, നീ നിന്റെ പ്രിയപ്പെട്ട മക്കളോട് നിലകൊള്ളേണ്ടതായ രീതി, ലഇബുഹും സബ്ആ,
അവര് ചെറിയ പ്രായം മുതൽ 7 വയസ്സ് വരെ അവരോട് കളിച്ചും രസിച്ചും നീ നിലകൊള്ളണേ എന്ന് അലിയുൻ കറമല്ലാഹു വജ്ഹാ. കുട്ടികളോട് കളിച്ചും രസിച്ചും ഇടപെടണം. 7 വയസ്സ് വരെ അങ്ങനെ തന്നെയാണ്. അവരൊരു വിധത്തിലുള്ള നോവാക്കുന്ന വർത്തമാനവും ഒന്നും നിന്നിൽ നിന്ന് പാടില്ല. ഇതാണ് ഇസ്ലാമിന്റെ നിയമം. 7 വയസ്സ് വരെയുള്ള കുട്ടികളോട് നല്ലതുപോലെ കളിച്ചും അവരോട് തമാശ പറഞ്ഞും ഒക്കെ ഇടപെടണം. വാപ്പയുടെ സ്ഥാനത്ത് നിൽക്കണം, ഉമ്മയുടെ സ്ഥാനത്ത്. ആ സ്ഥാനം വിട്ട് കളയണമെന്നല്ല, പക്ഷെ കുട്ടികളോട് നല്ലപോലെ കാരുണ്യം നല്ലതുപോലെ കൊടുക്കണം. 7 വയസ്സ് വരെ അവരെ കളിപ്പിച്ചും രസിപ്പിച്ചും അങ്ങനെ മുന്നോട്ട് പോകണം. അലി റളിയല്ലാഹു അൻഹു പറയാൻ, ആരാ അലിയാര് തങ്ങൾ? എളാപ്പാടെ പേര് കേട്ടോലെ മിണ്ടായിരിക്കുന്നില്ല. ഇപ്പൊ തന്നെ മനസ്സിലായി അലിയാര് തങ്ങൾ ആരാന്നുള്ളത്. ആരാണ് അലിയൻ റളിയല്ലാഹു അൻഹു? ഉറക്കെ പറയും റളിയല്ലാഹു അൻഹു. ഇത് ജുമായ്ക്ക് നമ്മൾ വസയ്യിദുനാ ഉസ്മാൻ എന്ന് പറയുമ്പോഴത്തേക്ക് 4 ഖലീഫമാരുടെ പേര് പറയുമ്പോൾ മാത്രമല്ല റളിയല്ലാഹു അൻഹു പറയേണ്ടത്, അല്ലാത്തപ്പോഴും പറയണം. ജുമായ്ക്ക് മാത്രമല്ല അവരെ സംതൃപ്തിപ്പെട്ടുള്ളത്, എല്ലാ കാലഘട്ടത്തിലും സംതൃപ്തിപ്പെട്ടവരാണ്. ഉറക്കെ പറയും വസയ്യിദുനാ അലിയൻ റളിയല്ലാഹു അൻഹു. അലി റളിയല്ലാഹു അൻഹു ആരാണ്? അന മദീനത്തുൽ ഇൽമി വ അലിയുൻ ബാബുഹാ ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ വിജ്ഞാനത്തിന്റെ പൂന്തോട്ടമാണ് എങ്കിൽ അതിലേക്കുള്ള കവാടം അലിയാര് തങ്ങളാണെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്ന് പറഞ്ഞാൽ ആ വിജ്ഞാനത്തിന്റെ നറുമണം ആസ്വദിക്കണമെങ്കിൽ ഈ വാതിലിലൂടെ കടന്നെങ്കിലേ പറ്റുകയുള്ളൂ. അലിയാര് തങ്ങൾ നിസാരക്കാരനല്ല, വലിയ തികഞ്ഞ പണ്ഡിതനാണ്. അതാണ് പറഞ്ഞതിന്റെ അർത്ഥം. അലി റളിയല്ലാഹു അൻഹു. ഇവിടെ ശ്രദ്ധിക്കുക, അലി റളിയല്ലാഹു അൻഹു ബഹുമാനപ്പെട്ടവർ പറയാൻ, ലാഇബുഹും സബഅ, 7 വയസ്സുവരെ കുട്ടികളോട് നല്ലതുപോലെ കളിച്ചും രസിച്ചും നിലകൊള്ളണം. 7 മുതൽ 14 വരെ പിന്നീട് അവരോട് നിലകൊള്ളേണ്ടത് വഅദ്ദിബുഹും സബഅ, പിന്നീട് അവരെ നല്ല മര്യാദ പഠിപ്പിക്കണം. എത്ര വയസ്സെത്തുമ്പോഴാണ് നിസ്കരിക്കാൻ കൽപ്പിക്കുന്നത്? എത്ര വയസ്സെത്തുമ്പോഴാണ് കുട്ടികളോട്? 7. അതാണ് പറഞ്ഞത്. എത്ര വയസ്സെത്തുമ്പോഴാണ് നിസ്കരിച്ചില്ലേലും നോമ്പ് പിടിച്ചില്ലേലും ഒക്കെ അടിക്കാൻ പറഞ്ഞിട്ടുള്ളത്? എത്ര വയസ്സാണ്? 18, 10 വയസ്സ്. എന്നാൽ നമ്മൾ ചെറുപ്പം തന്നെ 3 വയസ്സാവുമ്പോഴാണ് കുട്ടിയെ നോമ്പ് പിടിപ്പിക്കുക. എങ്ങനെയെങ്കിലും വൈകുന്നേരം വരെ അതിനെ പട്ടിണിക്കിട്ടിട്ട് നാട്ടുകാരോടും കൂട്ടുകാരോടും ഒക്കെ പറയണം, എൻ്റെ കുട്ടി എന്തുണ്ട് ഒരു ദിവസം ഫുള്ള് നോമ്പ് പിടിച്ചേക്കുന്നു. അങ്ങനെ ഇസ്ലാം പറഞ്ഞിട്ടില്ല. 7 വയസ്സാകുമ്പോൾ തുടങ്ങിയാൽ മതി. ഇനി അതിന് മുമ്പ് നീ 5-ന് തുടങ്ങി, എന്നാൽ 1 മണിക്കൂർ അല്ലെങ്കിൽ 2 മണിക്കൂർ മാക്സിമം അതിനെ ബുദ്ധിമുട്ടിക്കരുത്. ഇത് നമ്മൾ അവിടുന്ന് അങ്ങോട്ട് ഭയങ്കര ശിക്ഷണം തുടങ്ങുക. എന്നിട്ടോ 18 വയസ്സാകുമ്പോൾ കഞ്ചാവ് അടിച്ച് നടക്കുകയാണ്. കാര്യമില്ല, ഒന്നുമില്ല, ഹറാബ്. അപ്പൊ 7ാമത്തെ വയസ്സിൽ 4ാമത്തെ വയസ്സിൽ തുടങ്ങിയ ഭയങ്കര ഇഞ്ചക്ഷനാണ്. ഈ ഇഞ്ചക്ഷൻ കൊടുത്ത് വലുതാകുമ്പോൾ പാപ്പാക്കും 2 ഇഞ്ചക്ഷനും കൊടുത്ത് കാജാബീഡിയും വലിച്ച് ഇവനൊരു മൂലയ്ക്ക് പോയിരിക്കും 18 വയസ്സാവുമ്പോൾ. എന്ന് പറഞ്ഞാൽ നിർബന്ധിത സാഹചര്യമായി ചെയ്യേണ്ട ഘട്ടം വരുമ്പോൾ കുട്ടി ചെയ്യാതെ വരികയാണ്. വാപ്പാക്കൊരു ഉത്തരവാദിത്വമുണ്ട്, അല്ലെങ്കിൽ ഉമ്മാക്കൊരു ഉത്തരവാദിത്വമുണ്ട്. ആ ഉത്തരവാദിത്വം നമ്മൾ വൃത്തിയായി നിർവഹിക്കണം. 7 വയസ്സുവരെ കുട്ടികളോട് നല്ല കളിതമാശ പറഞ്ഞ് നിലകൊള്ളി. അങ്ങനെ സ്നേഹം കൊടുക്കുന്ന കുട്ടി പിന്നെ വാപ്പയും ഉമ്മയും കൊണ്ടുപോയി വൃദ്ധസദനത്തിൽ തള്ളൂല, ഉറപ്പാണത്. ഇത് നല്ലതുപോലെ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യേണ്ട ഒരു വിഷയമാണ്. 7 വയസ്സ് മുതൽ 14 വയസ്സ് വരെ അദ്ദിബുഹും സബഅ, പിന്നീടുള്ള ആ പ്രായം 14 വയസ്സ് വരെയുള്ള പ്രായമാണ് മക്കൾക്ക് നല്ല അദബ് പഠിപ്പിച്ചു കൊടുക്കേണ്ടത്. മര്യാദകൾ, ശീലങ്ങൾ പഠിപ്പിക്കേണ്ടത്, നല്ല നല്ല കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കണം. അത് മദ്രസയിൽ നിന്ന് അവൻ പഠിച്ചിട്ടുണ്ടാകും, തിയറി എല്ലാം പഠിച്ചിട്ടുണ്ടാവും. പ്രാക്ടിക്കലായിട്ട് കാണിച്ചു കൊടുക്കേണ്ടത് നമ്മുടെ വീടിന്റെ അകത്തളങ്ങളിലാണ്. നമ്മുടെ വീടാണ് പ്രാക്ടിക്കലാകേണ്ടത്. ഇപ്പൊ മദ്രസയിൽ നിന്ന് നിസ്കരിക്കേണ്ടത് എങ്ങനെയാണ് എല്ലാം പഠിച്ചിട്ടുണ്ട്. അതിന്റെ ശർത്ത്, അതിന്റെ ഫറളുകൾ, അതിന്റെ സുന്നത്തുകൾ, അതിന്റെ ആദാബുകൾ, സുന്നത്ത് നിസ്കാരങ്ങൾ ഏതൊക്കെയാണ് ഒക്കെ പഠിച്ചിട്ടുണ്ട്.
തലമറയ്ക്കേണ്ടത്, ഭക്ഷണം കഴിക്കേണ്ട മര്യാദ, ഇതെല്ലാം പഠിച്ചിട്ട് വീട്ടിലേക്ക് വരുമ്പോൾ വീട്ടിൽ സുബഹി മുതൽ മഗ്രിബ് വരെ അല്ലെങ്കിൽ ഇശാ വരെയുള്ള ഒരൊറ്റ വഖത്തിന് വാപ്പ പള്ളിയിൽ പോകുന്നത് മകൻ കാണുന്നില്ല, അല്ലെങ്കിൽ വാപ്പ നിസ്കരിക്കുന്നത് കാണുന്നില്ല. ഇങ്ങനെയൊക്കെ നിസ്കാരങ്ങളുണ്ട്. ഇതൊക്കെ ഇന്ന ഷർത്തുകൾ പാലിച്ചുകൊണ്ട്, നിബന്ധനകൾ പാലിച്ചുകൊണ്ട് നിസ്കരിക്കണം, അവ്വല് വഖത്തിൽ നിസ്കരിക്കണം, അതിന് വലിയ പുണ്യമുണ്ട് എന്നൊക്കെ പഠിച്ചതാകുന്ന മകൾ വീട്ടിൽ വരുമ്പോൾ ഉമ്മ നിസ്കാരമെന്ന് പറയുന്ന സംഗതിയേ ഇല്ല. പിന്നെ എങ്ങനെ ആ കുട്ടികൾ നന്നാവും? നിങ്ങൾ തന്നെ പറയും. ആരാണ് കുറ്റക്കാർ യഥാർത്ഥത്തിൽ? നല്ലതുപോലെ ശ്രദ്ധിക്കും. ഉസ്താദുമാർ മദ്രസയിൽ നിന്ന് അവരുടെ ജോലി നിർവഹിക്കുന്നു, തിയറികൾ കറക്റ്റായി പഠിപ്പിച്ചു കൊടുക്കുന്നു. ഇത് പ്രാക്ടിക്കലാകേണ്ടത് നമ്മുടെ വീടിന്റെ അകത്തളത്തിലാണ്. സുബഹിയുടെ മഹിമ പറഞ്ഞു കൊടുത്ത ഉസ്താദ് വയലെല്ലാം കഴിഞ്ഞിട്ട് പോയി. സുബഹിക്ക് രാവിലെ വാപ്പയും കൂട്ടി പള്ളിയിൽ വരാൻ വേണ്ടി നിലകൊള്ളുമ്പോൾ വാപ്പയും മകനും എല്ലാവരും ഒരുമിച്ച് ജമാഅത്തായിട്ട് വീട്ടിൽ കിടന്ന് ഉറങ്ങുകയാണ്. അങ്ങനത്തെ മകൻ 18-20 വയസ്സാവുമ്പോൾ കഞ്ചാവിന് അടിമപ്പെട്ടിട്ട് ഈ ഉസ്താദിന്റെ അടുത്ത് വന്നിട്ട്, ഉസ്താദേ എൻ്റെ മോന് കഞ്ചാവായിപ്പോ, സാധു ദ്വാരക്ക എന്ന് പറയുന്നതിൽ എന്താ അർത്ഥമുള്ളത് എനിക്ക് മനസ്സിലാകുന്നില്ല. അതുകൊണ്ട് ചോദിക്കാം. കാരണം നിങ്ങൾ പള്ളിയിൽ കറക്റ്റായിട്ട് 5 വഖത്ത് പള്ളിയിൽ കൊണ്ടുപോയിട്ടുണ്ടോ? വേണ്ട, ഒരൊറ്റ ദിവസമെങ്കിലും കൊണ്ടുപോയിട്ടുണ്ടോ? മകനെ ചേർത്ത് പിടിക്കുന്ന വാപ്പ മകളെ ചേർത്ത് പിടിച്ച് മോളെ വാ നിസ്കരിക്കാം എന്ന് പറഞ്ഞിട്ട് അവ്വല് വഖത്തിൽ നിസ്കരിപ്പിക്കുന്ന ഉമ്മ നമ്മുടെ വീടിന്റെ അകത്തളങ്ങളിൽ ഉണ്ടായിട്ടുണ്ടോ? ഇല്ല. ഒരാൾ നല്ലതുപോലെ വാഹനം ഓടിക്കേണ്ടതിൻ്റെതാകുന്ന കാര്യങ്ങൾ മുഴുവൻ പഠിച്ചു, ലേണേഴ്സിന്റെ ടെസ്റ്റ് എഴുതി, എല്ലാ കാര്യങ്ങളും അവനറിയാം. പക്ഷെ വണ്ടി ഓടിക്കാൻ അറിയില്ല. പ്രാക്ടിക്കലായിട്ട് വന്നപ്പോൾ വണ്ടി ഓടിക്കാൻ അറിയില്ല, അവൻ പരാജയപ്പെട്ടു പോകും. ഒരാൾക്ക് വാഹനം ഓടിക്കാൻ അറിയാം, പക്ഷെ അയാൾക്ക് തിയറികൾ അറിയില്ല. സിഗ്നലുകൾ എങ്ങനെയാണ് വേണ്ടത്, വലത്തോട്ട് തിരിയുമ്പോൾ ഏതാണ് സിഗ്നൽ കാണിക്കേണ്ടത്, ഇടത്തോട്ട് തിരിയുമ്പോൾ ഏതാണ് സിഗ്നൽ കാണിക്കേണ്ടത്, അതവൻ അറിയില്ല എങ്കിൽ അവിടെയും പരാജയപ്പെടും, ഉറപ്പാണ്. രണ്ടും ശ്രദ്ധിക്കേണ്ട ഘടകമാണ്. ഇതേപോലെ തന്നെയാണ് വിദ്യാഭ്യാസവും കാര്യങ്ങളും. മക്കൾക്ക് നിർബന്ധമായിട്ടും വീടിന്റെ അകത്തളങ്ങളിൽ പ്രാക്ടിക്കലാക്കണം, അത് അനിവാര്യമാണ്. നിസ്കാരവും മറ്റ് കർമ്മങ്ങളും ഒക്കെ മദ്രസയിൽ നിന്ന് പഠിക്കുന്നുണ്ട്. നമ്മുടെ വീടിന്റെ അകത്തളത്തിൽ വരണം. ഭക്ഷണത്തിന്റെ മര്യാദകൾ ഒക്കെ പഠിച്ചിട്ട് വരുന്നതാകുന്ന വീട്ടിൽ വാപ്പയും ഉമ്മയും കുടുംബവും ഒന്നിച്ചിരുന്നിട്ട് ഭക്ഷണം കഴിച്ച ചരിത്രം ഈ കഴിഞ്ഞ 10 കൊല്ലമായിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. വാപ്പാക്ക് തോന്നുന്ന ഒരു സമയത്ത് വന്ന് കഴിക്കും. മക്കള് നേരത്തെ വന്ന് ചിക്കൻ പീസ് ഉണ്ടെങ്കിൽ അടിച്ചോണ്ട് പോകും. ഏറ്റവും ലാസ്റ്റ് ഉമ്മാക്ക് കറി കിട്ടിയെങ്കിൽ എന്തെങ്കിലും കട്ടി മിച്ചമുണ്ടെങ്കിൽ ഉമ്മാക്ക് അത് കഴിക്കാനായി. ഇതല്ലേ ഇന്നത്തെ തലമുറയുടെ അവസ്ഥ. എവിടെയാണ് ഒരു ഐക്യമുണ്ടാകുന്നത്? ആകെക്കൂടി നമുക്കൊരു ഐക്യം വരുന്നത് ഭക്ഷണത്തിന്റെ കാര്യത്തിലാണ്. എല്ലാവരും അതിൽ വലിയ സന്തുഷ്ടരാണ്. എങ്കിൽ ഭക്ഷണം കഴിക്കാൻ ഒരുമിച്ചിരിക്കാൻ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അതിന് വലിയ ബർക്കത്താണ്. അവിടെ വലിയ കഥ പറയാനൊന്നുമല്ല, പക്ഷെ വാപ്പയുടെ നേതൃത്വത്തിൽ മക്കളെല്ലാവരും 3 നേരം ഒരുമിച്ചിരുന്ന് ആഹാരം കഴിക്കുന്നു. വാപ്പ അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഉറക്കെ ഔദും ബിസ്മിയും ചൊല്ലി അങ്ങനെ കഴിച്ചു തുടങ്ങുന്നു. നമ്മൾ ഇന്നത്തെ ഒരു ദിവസം തന്നെ ഭക്ഷണം കഴിച്ചതിൽ, വെള്ളം കുടിച്ചതിൽ ബിസ്മി ചൊല്ലിയിട്ടുണ്ടോ എന്നുള്ളതിൽ സംശയിക്കുന്നവരാണ് ഭൂരിഭാഗവും. അതിൽ ചൊല്ലിയിട്ടില്ല എന്നുള്ളത് തന്നെയാണ് സത്യവും. അള്ളാഹു നമ്മളെ കാക്കട്ടെ. എന്തുകൊണ്ടാണ്? നമുക്ക് ആ ശീലങ്ങൾ വന്നിട്ടില്ല. പ്രാക്ടിക്കലായി ഇതെല്ലാം അറിയാം. ബിസ്മിയല്ലേ കുടിക്കണം, ഇരുന്നു കൊണ്ട് കുടിക്കണം, കടന്നുകൊണ്ട് കഴിക്കരുത്, ഇതെല്ലാം പഠിച്ചിട്ടുണ്ട്. മദ്രസയിൽ നിന്ന് ഇതെല്ലാം നല്ലതുപോലെ വിദ്യാഭ്യാസം നുകർന്നവരാണ്, വാളുകളിലൂടെ കേട്ടവരാണ്. പക്ഷെ ഇതെല്ലാം മനസ്സിലാക്കിയിട്ട് വീട്ടിലേക്ക് വരുമ്പോൾ വാപ്പയും ഉമ്മയോടൊപ്പം കല്യാണത്തിന് പോവാൻ, ബാ നമുക്ക് പോകാന്ന് പറഞ്ഞ് കൊണ്ടുപോകുന്ന കല്യാണത്തിൽ വാപ്പയും ഉമ്മയും നിന്നുകൊണ്ട് ബൊഫയ്ക്ക് നിർബന്ധപൂർവ്വം നിന്നുകൊണ്ട് കഴിക്കുന്ന വസ്തുത മകൾ നേരിട്ട് കാണുകയാണ്. അപ്പോൾ അവളുടെ ദീനീ ബോധം നഷ്ടപ്പെട്ടു പോകും. ഇതൊന്നും ഒരു പ്രശ്നമല്ല. കാരണം വാപ്പ ഇത് കാണിച്ചു തരാൻ. ഈ വാപ്പയും ഉമ്മയും കൃത്യമായി ഒന്ന് എതിർക്കുകയും ചെയ്തിരുന്നെങ്കിൽ ഇത്തരത്തിലുള്ളതാകുന്ന കലാപരിപാടികൾ നാട്ടിൽ നിന്ന് എന്നേ പരിപൂർണമായി എടുത്തുപോയേനെ. ഉസ്താദുമാര് വാഴ്ന്നു പറയുന്നതല്ലാതെ അതൊന്നും ആരും ചെവി കൊടുക്കുന്നില്ല. അത് മഹലിൻ്റെതാകുന്ന സാരഥികളും നാട്ടിലുള്ള വലിയ വലിയ ഉമറാക്കൾ തന്നെ അങ്ങനെ ബൊഫേ സംസ്കാരം കാണിച്ച് സമൂഹത്തിൽ ഉസ്താദുമാരുടെ വാക്കിന് വില കുറച്ചുകൊണ്ട് സമൂഹം കാണിച്ചപ്പോൾ
അതിന് മറ്റുള്ള മക്കളും വശന്തരാകുന്നു. പുതിയ തലമുറ അതാണ് ദീൻ എന്ന് മനസ്സിലാക്കിയിട്ട് അവരും ചെയ്യുകയാണ്. നിന്നുകൊണ്ട് കഴിക്കുന്നു, നിന്നുകൊണ്ട് കുടിക്കുന്നു. എവിടെയാണ് നമുക്ക് ദീനുള്ളത്? അതുകൊണ്ട് തന്നെ നിത്യരോഗികളാകുന്നു. നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മടിയിൽ ഞാൻ ഇരിക്കുന്ന വേളയിൽ ബഹുമാനപ്പെട്ട ആമിർ ഇബ്നു സലമത റളിയല്ലാഹു അൻഹു പറയുകയാണ്, കുന്തു ഗുലാമൻ ഫീ ഹിജ്രി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബായ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മടിയിൽ ഞാൻ ഇരിക്കുകയാണ്. ഫകാനത് യദീ തതീഷു സഹഫാ. കൊണ്ടുവന്ന് വെച്ചതാകുന്ന തീന്മേശയിൽ മേൽ വിവിധങ്ങളാകുന്ന ആഹാരങ്ങളില്ല, ഒരൊറ്റ ആഹാരം മാത്രമാണ്. ആ ആഹാരത്തിനുള്ളിലേക്ക് എന്റെ കൈ മറ്റുള്ള സൈഡിലേക്ക് പോകുകയാണ്. ഫകാനത് യദീ തതീഷു സഹഫാ. കൊണ്ടുവന്ന് വെച്ചിരിക്കുന്ന ആഹാരത്തിന്റെ മറ്റൊരു സൈഡിലേക്ക് എന്റെ കൈ കൊണ്ടുപോയപ്പോൾ ഹബീബായ നബി തങ്ങൾ എന്നോട് പറയുകയാണ്, യാ ഗുലാം, അല്ലയോ പൊന്നുമോനെ, സമ്മില്ലാ, നീ അല്ലാഹുവിന്റെ പേരൊന്ന് ചൊല്ലണേ, ബിസ്മി ചൊല്ലിക്കൊണ്ട് കഴിക്കണേ. വകുൽ ബിയമീനിക, നിന്റെ വലത് കൈകൊണ്ട് കഴിക്കണേ. വകുൽ മിമ്മാ യലീക, നിന്നോട് അടുത്ത ഭാഗത്ത് നിന്ന് കഴിച്ചു തുടങ്ങണേ എന്ന് നബിയുനാ റസൂലുള്ളാഹി. കണ്ടോ, കിട്ടിയ അവസരത്തിൽ നബിതങ്ങൾ അവിടെ വൃത്തിയായിട്ട് ദീൻ പറഞ്ഞു കൊടുക്കുക. അള്ളാഹുവിന്റെ നാമം ചൊല്ലിൻ, ബിസ്മി ചൊല്ലി കഴിക്കൻ, അതോടൊപ്പം തന്നെ വലത് കൈകൊണ്ട് കഴിക്കൻ. നിന്റെ ഏറ്റവും അടുത്ത ഭാഗത്ത് നിന്ന്, പ്ലേറ്റിന്റെ ഏറ്റവും അടുത്ത തലത്ത് നിന്ന് ആഹാരം കഴിച്ചു തുടങ്ങി സയ്യിദുനാ റസൂലുള്ളാഹി. കാരണം ഫഇന്നൽ ബറകത യൻസിലു ഫീ വസതിഹി, ബറക്കത്ത് ഭക്ഷണത്തിലിറങ്ങുക മധ്യഭാഗത്താണ്. അതുകൊണ്ട് തന്നെ ആ മധ്യത്തിൽ നിന്ന് വേഗം തന്നെ കോരിയിട്ടിട്ട് എടുക്കാൻ പാടില്ല. പതുക്കെ പതുക്കെ ഓരോ സൈഡിൽ നിന്ന് ഇങ്ങനെ ഭക്ഷണം കഴിക്കണം. ഹദീസാണ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതൊക്കെ വളരെ മനസ്സിലാക്കേണ്ട പാടാണ്. ഇതിലൊക്കെ വലിയ അസിലുണ്ട്. ഇതൊക്കെ ഈ മനസ്സിലാക്കിക്കൊണ്ട് അമല് ചെയ്ത ആളുകളായിരുന്നു മുൻഗാമികൾ. ഒരു വറ്റ ചോറ് പോലും അവർ കളയാറുണ്ടായിരുന്നില്ല. വിളമ്പുമ്പോൾ വളരെ സൂക്ഷിക്കും. ഇന്നൊരു കല്യാണ സദസ്സിൽ കാറ്ററിങ്ങിന് ആളെ വെക്കുന്നതിന് എന്തിനാണ്? മര്യാദയ്ക്ക് വിളമ്പാനാണ്. എന്നിട്ട് ഒരൊറ്റ ഹൈവാന്മാരും വൃത്തിയായിട്ട് വിളമ്പില്ല. ഒക്കെ ഇങ്ങനെ വിളമ്പിയിട്ട് ഒറ്റ പോക്ക. ഒരു ശമ്പളം കൊടുത്ത് നിർത്തിയിരിക്കുന്നതിനെ വൃത്തിയായിട്ട് വിളമ്പാനാണ്. കുറച്ച് വേണമെങ്കിൽ ഉസ്താദിന്റെ മോന്തയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ട് തീർപ്പിച്ചിട്ട് ഒറ്റ പോക്ക. മറുക്ക് ജോലി തീർത്ത് പോയാൽ മതി. വളരെ സൂക്ഷ്മത വെച്ച് വിളമ്പുന്ന ആളുകൾ എത്ര പേരുണ്ട്. ഒരു വറ്റ് ചോറിന് നമ്മൾ വില കൊടുക്കണ്ടേ? ഇതൊക്കെ നമ്മൾ നിസ്സാരമായി തള്ളുന്ന വിഷയങ്ങളാണ്. പക്ഷെ ഗൗരവമാണ് ആഖിറത്തിൽ. ഇതൊക്കെ ചിലർക്കോ ചോറ് കളയുന്ന വിഷയത്തെ പറയും. ചോറ് കളയരുതേ, വിളമ്പി നിലത്ത് പൊഴിയരുതേ, ഒരു മണി അരിക്ക് പെരിയവൻ കൊടുത്ത പദവിയും മഹത്വമേറിയതാ, ശിഫയത് മുഴുക്കയാക്കിയതാ. ബഹുമാനപ്പെട്ട മർഹൂം ശൈഖുന തഴവ ഉസ്താദ്, അള്ളാഹു അവരുടെ ദറജ ഉയർത്തട്ടെ. എൻ്റെ വല്യുപ്പ ഉമ്മയുടെ ഉപ്പയാണ്. പഴയ കാലഘട്ടങ്ങളിൽ നമ്മുടെ നാട്ടിലൊക്കെ ഒരുപാട് വഅദ്, പ്രത്യേകിച്ച് പാനൂര് തങ്ങളുടെ അവിടെയൊക്കെ ഒരുപാട് വഅദ് പറഞ്ഞവരാണ്. അള്ളാഹു അവരുടെ ദറജ ഉയർത്തുമാറാവട്ടെ. അവർ ഈ മലബാറിലേക്ക്, കൊല്ലത്താണ് അവരുടെ താമസം, കൊല്ലം ജില്ലയിലാണ് തഴവ. അവിടെ നിന്ന് ഇവിടെയൊക്കെ വഅദിന് വന്നു കഴിഞ്ഞാൽ 2-3 മാസം കഴിഞ്ഞാണ് തിരിച്ചു പോകുക. പഴയ കാലഘട്ടം. ഒരു വഫാത്തായി, അള്ളാഹു അവരുടെ ദറജ ഉയർത്തട്ടെ. 23 കൊല്ലം കഴിഞ്ഞ് വഫാത്തായിട്ട് തന്നെ അള്ളാഹു അവരുടെ ഖബർ ജീവിതം സന്തോഷത്തിലാക്കട്ടെ. അപ്പൊ അന്ന് വഅദിന് വേണ്ടി വന്നു കഴിഞ്ഞാൽ മലബാറിൽ നിന്നുകൊണ്ട് ഭാര്യയ്ക്ക് കത്തെഴുതും. ആ കത്തിൽ കൊടുക്കുന്ന വാക്കാണിത്. സ്വന്തം ഭാര്യയ്ക്ക് ഉപദേശിക്കാൻ. എല്ലാം അറിയാം ഭാര്യയ്ക്ക്, നല്ല വിവരമുള്ള ആലിമത്താകുന്ന ഭാര്യയാണ്. എങ്കിൽ പോലും ഭാര്യയ്ക്ക് കൊടുക്കുന്ന ഉപദേശങ്ങളാണിത്. ഒന്ന് ശ്രദ്ധിക്കണം നമ്മൾ. ഒക്കെ ഇന്നത്തെ തലമുറ മനസ്സിലാക്കേണ്ടതാണ്. ചോറ് കളയരുതേ, വിളമ്പി നിലത്ത് പൊഴിയരുതേ, ഒരു മണി അരിക്ക് പെരിയവൻ കൊടുത്ത പദവിയും മഹത്വമേറിയതാ,
ശിഫയത് മുഴുക്കയാക്കിയതാ. ഒരൊറ്റ വറ്റ് കളയരുതേ എന്ന് പഠിപ്പിക്കാൻ. ഇതൊക്കെയല്ലേ ഭാര്യയ്ക്ക് കൊടുക്കേണ്ട ഉപദേശം. കഥകടയ്ക്കാതെ ഉറങ്ങരുതേ നീ നോക്കാതെ, ഞാനത് റെഡിക്കടച്ചെന്നുറപ്പ് പലരും നിനക്ക് തന്നാലും, കഥകുകൾ അടഞ്ഞ് കണ്ടാലും. ഭാര്യയോട് പറയാണ് എന്ത്? കഥകടയ്ക്കാതെ നീ കടന്നുറങ്ങരുതേ എന്ന്. അതെല്ലാ ഭാര്യമാരും ശ്രദ്ധിക്കുന്നതാണ്. എന്നാലും ഭർത്താവില്ലാത്തപ്പോ ഭർത്താവ് ആ ഉത്തരവാദിത്വം ഒന്നുകൂടി ഒന്ന് കണിശപ്പെടുത്താണ്. ശ്രദ്ധിക്കണേ. കഥകടയ്ക്കാതെ ഉറങ്ങരുതേ നീ നോക്കാതെ, ഞാനത് റെഡിക്കടച്ചെന്നുറപ്പ് പലരും നിനക്ക് തന്നാലും, കഥകുകൾ അടഞ്ഞ് കണ്ടാലും. ഒരു പക്ഷെ മക്കള് പറഞ്ഞിട്ടുണ്ടാകും, ഉമ്മ ഞാനത് അടച്ചു എന്ന്. ഉമ്മയോ ഭാര്യയോ മക്കളോ ആരെങ്കിലും നിന്നോട് ഉണർത്തിയാൽ പോലും കതകുകൾ പ്രത്യക്ഷത്തിൽ അടഞ്ഞു കണ്ടാലും നീ കതക് അടച്ചിട്ടുണ്ടോ എന്ന് നല്ലതുപോലെ ശ്രദ്ധിക്കണം. അതിന് അദ്ദേഹം അടുത്ത വരിയിൽ വീണ്ടും എഴുതുകയാണ്, അടുത്ത് ചെന്നിടണേ. ആരുടെ? കതകിന്റെ. അടിമുടി അടക്കി നോക്കിടണേ, അതിനൂടെ കൊളുത്തു സാക്ഷകൾ ശരിക്ക് വീണത് പിടിച്ചു നോക്കിടണേ, എന്നീട്ടുറപ്പിലെത്തിടണേ. കതകിന്റെ അടുത്ത് ചെന്നിട്ട് അതിന്റെ കൊളുത്തു സാക്ഷികളൊക്കെ ശരിക്ക് പിടിച്ചു നോക്കണം. വീണിട്ടുണ്ടോ, കറക്റ്റായിട്ടാണോ വീണത് എന്നൊക്കെ ഒന്ന് നോക്കണേ. നമ്മളൊക്കെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു ഉപദേശം കൊടുത്തിട്ടുണ്ടോ? നമ്മളെന്ത് മോമിനി, ഇത് നിസ്സാരമായ ഉപദേശമല്ല. എന്നിട്ട് വീണ്ടും പറയാൻ, കാര്യമോ ശരിയാ പക്ഷേ നിനക്കിതും കളിയാ, എന്നാൽ മുബശ്ശിറായ റസൂല് തന്നത് പരസ്യമാക്കിയതാ, ഗൗരവമുണ്ട് കൂടിയതാ. ഇത് കാര്യം നീ കേൾക്കുമ്പോ, ഓ മുസ്ലിയാര് വാതിന് പോയിട്ട് അവിടെ നമ്മുടെ വീട്ടുകാരിപ്പോ ഇതാ ഇപ്പൊ ഇത് പറയുന്നത്, ഇത് അങ്ങക്ക് അറിയാവല്ലോ, കഥ കുത്തിയിടുന്ന കാര്യം, ഇതിപ്പോ വീട്ടുകാരൻ പറയേണ്ട കാര്യമില്ലല്ലോ എന്ന് നീ ചിന്തിക്കണ്ട. ഇത് മുബശ്ശിറായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരസ്യമായി പറഞ്ഞ ഗൗരവമുള്ള വിഷയമാണ്. കഥക് നല്ലതുപോലെ അടക്കണം, നല്ല വൃത്തിയുള്ള കഥകായിരിക്കണം. ഇത് ഫ്രണ്ട് ഡോറൊക്കെ ഭയങ്കര മനോഹരാണ്, മക്കയിലെ പള്ളി പോലെ ഉണ്ട്. അടുക്കളയിലെ കഥക് കസേര ആരി വെച്ചിരിക്കുക. മിക്കവരുടെയും വീട്ടുകാരുടെ അവസ്ഥ നല്ലൊരു കഥകില്ല. ഇനി കഥ കൊണ്ടെങ്കിൽ തന്നെ അതിന് മാന്യമായ കൊളുത്തില്ല. കൊളുത്തുണ്ടെങ്കിൽ തന്നെ താഴത്തെ കൊളുത്തിടുന്നവർ വളരെ വിരളമാണ്. ശരിയല്ലേ? ഇന്നിനി ചെന്നിട്ട് വേണം അത് ഇടാൻ പറ്റുമോ എന്നുള്ളത് നോക്കാൻ തന്നെ. വീട് വെച്ചപ്പോ എങ്ങാണ്ടോ ഒന്ന് നോക്കിയതാ ഇങ്ങനെ വീഴുന്നുണ്ടോ, പിന്നെ ഇന്ന് വരെ താഴത്തെ കൊളുത്തിട്ടിട്ടില്ല. കാരണം എന്താ, കുനിയാൻ മേല. അവിടെ ഒരു 500 രൂപ കിടപ്പുണ്ടെങ്കിൽ ആചാര്യ വൈകുന്നേരം അസറിനെ കുനിഞ്ഞ് നിൽപ്പുണ്ടാവും. നമ്മുടെ അവസ്ഥയാണ് ഈ പറഞ്ഞത്. പിന്നെ എങ്ങനെ കൊളസ്ട്രോൾ ഇല്ലാതിരിക്കും, പിന്നെ എങ്ങനെ ഷുഗർ ബാധിതരാകുമായിരിക്കും. അള്ളാഹു നമുക്ക് ആഫിയത്ത് തരട്ടെ. താഴത്തെ കൊളുത്ത് ഇടുന്നില്ല, മുകളിലത്തെ മാത്രം ഇട്ടുവെക്കും. നല്ലതുപോലെ ഭദ്രാക്കണം. അങ്ങനെ വേണം. അതിലൊക്കെ സുന്നത്തുണ്ട്. ബിസ്മി ചൊല്ലിക്കൊണ്ട് കതക് പൂട്ടണം, ബിസ്മി ചൊല്ലിക്കൊണ്ട് തുറക്കണം, ബിസ്മി ചൊല്ലിക്കൊണ്ട് ആഹാരം കഴിക്കണം. ഇങ്ങനെ സ്വന്തം ഭാര്യ ഉപദേശിക്കാൻ, ഈ ഉപദേശ നിർദ്ദേശങ്ങളൊക്കെ ഇന്നത്തെ തലമുറയിൽ നഷ്ടപ്പെട്ടു പോയി എന്നുള്ളത് വസ്തുതയാണ്. ഒരു വലിയ സൂഫി വര്യൻ, അദ്ദേഹം വിവാഹം കഴിഞ്ഞു. തന്റെ ഭാര്യയോട് ആദ്യ രാത്രിയിൽ തന്നെ പറഞ്ഞു, ഭക്ഷണം കൊണ്ടുവന്ന് വിളമ്പി വെക്കുമ്പോ എനിക്ക് നല്ല ഒരു പാത്രത്തിൽ വെള്ളം കൊണ്ടുവരണം, ഒരല്പം വെള്ളം, ഒരു സൂചിയും കൊണ്ടുവരണം. വർഷങ്ങൾ കഴിഞ്ഞു. അവസാനം 10-30 വർഷങ്ങൾ കഴിഞ്ഞു. മനോഹരമായ ജീവിതം കഴിച്ചവർ മുന്നോട്ട് പോകവേ ഭർത്താവ് രോഗശയ്യരായപ്പോൾ ഭർത്താവ് ഭാര്യയെ വിളിച്ചിട്ട് പറഞ്ഞു, ഇനി നീ ഒരിക്കലും വെള്ളവും പറഞ്ഞതുപോലെ സൂചിയും വെക്കേണ്ടതില്ല. അപ്പോഴാണ് ഭാര്യ, അതവുള്ള ഗുരുത്വമുള്ള ഭാര്യ ചോദിക്കുന്നത്, എന്തിനാ ഇത്രയും നാൾ ഈ വെള്ളവും സൂചിയും വെക്കാൻ പറഞ്ഞത്?
ഇതൊക്കെ ഭാര്യമാരും സഹോദരിമാരും ശ്രദ്ധിക്കേണ്ടതാണ്. ചില കാര്യങ്ങൾ പറയുമ്പോൾ ചിലപ്പോൾ തിരിച്ച് എന്തിനാ സൂചി എന്തിനാ, വെള്ളം എന്തിനാ, ഒന്നും വേണ്ട. അതൊക്കെ ഒരു അദബാണ്, ഒരു മര്യാദ വേണം. 30-32 കൊല്ലം ഒരുമിച്ച് ജീവിച്ചിട്ട് ഈ സൂഫി വര്യനോട് ഭാര്യ അതുവരെ ചോദിച്ചിട്ടില്ല, എന്തിനാ ഈ വെള്ളം വെക്കുന്നത്, എന്തിനാ ഈ സൂചി വെക്കുന്നത്. രോഗശയ്യയിൽ കിടക്കുമ്പോ ഭർത്താവ് പറയാണ്, ഇനി വെള്ളവും വേണ്ട സൂചിയും വേണ്ട. എന്തിനാണ് വെക്കാൻ പറഞ്ഞത് എന്ന് അപ്പോൾ പറഞ്ഞു കൊടുക്കാൻ. നീ ഭക്ഷണം വിളമ്പുന്ന സമയത്തെങ്ങാനും ഒരു വറ്റ് ചോറ് നിലത്ത് പോയാൽ അത് ഈ സൂചി കൊണ്ട് കുത്തി വെള്ളത്തിൽ മുക്കി ശുദ്ധീകരിച്ചതിന് ശേഷം എൻ്റെ പാത്രത്തിലേക്ക് ഇടാൻ വേണ്ടിയാണ്. നമ്മുടെ ഇന്നത്തെ തീന്മേശയൊന്നും അല്ലല്ലോ, നിലത്ത് ഇരിക്കുകയാണ്. അപ്പം മണ്ണിൽ വീണാൽ അത് ഈ സൂചി കൊണ്ട് കുത്തിയിട്ട് ഈ വെള്ളത്തിൽ നല്ലതുപോലെ നാക്കിയതിനു ശേഷം അത് പാത്രത്തിലിടാൻ വേണ്ടിയാണ്. പക്ഷെ ഈ 32 കൊല്ലം കൊണ്ട് നീ വിളമ്പുന്നതിന്റെ സൂക്ഷ്മത കൊണ്ടും ഞാൻ കഴിക്കുന്നതിന്റെ സൂക്ഷ്മത കൊണ്ടും ഒരു വറ്റ് ചോറ് പോലും പുറത്തു പോയിട്ടില്ല. അതൊക്കെയാണ് ജീവിതം. അതൊക്കെ മനസ്സിലാക്കണം. നമ്മൾ ഇനി നമ്മുടെ തീന്മേശയിൽ, മനോഹരമാകുന്ന തീന്മേശയിൽ തന്നെ വിളമ്പുമ്പോഴോ കഴിക്കുമ്പോഴോ ഒരല്പം താഴെ പെണ്ണുങ്ങളുടെ തലയുടെ മുടിയങ്ങാണ് ചോറിനകത്ത് കണ്ട പാത്രത്തോടെ തന്നെ എടുത്ത് പുറത്തേക്കിട്ട അംഗം കാണിക്കുകയാണ്. കരോട്ട, കുസ്തി, ബ്ലാക്ക് ബെൽറ്റ് എല്ലാം അവിടെ എടുക്കും. ഭയങ്കര ഇടിയും ബഹളവും. രാത്രിയാവുമ്പോൾ ഈ മുടിയുടെ ചൂടും മരവും കിട്ടാതെ ഹാജിയാർ ഉറങ്ങത്തുമില്ല ആയത്തായിട്ട്. പകലാവുമ്പോൾ ഇത് മുടി വന്നു കഴിഞ്ഞാൽ ബഹളം. എവിടെയാണ് നമ്മുടെ അവസ്ഥ? ഇതൊക്കെ മനസ്സിലാക്കണ്ടേ. എന്താ മുടി വീണ എന്താ പ്രശ്നമാണ്? ആ മുടി അങ്ങ് നീക്കി മാറ്റിവെച്ചിട്ട് ഭക്ഷണം കഴിക്കും. നമ്മളത് മുഴുവൻ കൊണ്ട് തട്ടിക്കളയുക. കറിയിൽ ഒരല്പം എരിവ് കൂടിപ്പോയാൽ ഉടനെ വീട്ടുകാരെ ചീത്ത വിളിക്കുക. ഒരല്പം ഉപ്പ് കുറഞ്ഞാൽ ഉടനെ വീട്ടിൽ ഭയങ്കര അംഗം കാണിക്കുക. അതൊന്നും ഒരു ആണത്വമല്ല. വീടിന്റെ ഉത്തരവാദിത്തം അങ്ങനെയല്ല കൊണ്ടുപോകേണ്ടത്. കറിക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ ഇനി അതിഥികൾ ഉണ്ടെങ്കിൽ തന്നെ അവരോട് രഹസ്യമായിട്ട് പറയണം, ഒരല്പം എരിവ് കൂടി പോയപ്പോഴും സംശയമുണ്ട്, ഒന്ന് ശ്രദ്ധിച്ചേക്കണേ എന്ന് പറയാം. അല്ലാതെ എൻ്റെ കറിയൊന്നും കൊള്ളത്തില്ല, നീ എപ്പോൾ വെച്ചാലും ഇങ്ങനെ തന്നെയാണ്. രാവിലെ സുബൈക്ക് മട്ടൻ കുറെ കഴിച്ചിട്ടിരുന്നിട്ടായി പറയുന്നത്. ളുഹറായപ്പോൾ അവരറിയാതെ ധൃതി ചെയ്തുപ്പോൾ സ്വല്പം ഒരു എരിവ് കൂടിപ്പോയി, ഉപ്പ് കൂടിപ്പോയി. അതിന് ബഹളം. നാട്ടുകാരറിയിക്കുന്നു. അതിഥികളുടെ മുന്നിൽ വെച്ചുകൊണ്ട് അവരെ ചെറുതാക്കി കാണിക്കുന്നു. നീ ഒരു കാലഘട്ടത്തിലും ഗുണം ചെയ്തിട്ടില്ല എന്ന് ഉറക്കെ പ്രഖ്യാപിക്കുന്നു. എന്തിനാണ് ഇതൊക്കെ? ഇതൊക്കെയാണോ ആണത്വം? നിന്റെ ആണത്വം സുബൈക്ക് അവ്വൽ വക്കത്തിൽ എഴുന്നേറ്റിട്ട് സുബൈ നിസ്കാരം ജമാഅത്തായി പള്ളിയിൽ ഇമാമിന്റെ വലതുഭാഗത്ത് നിസ്കരിച്ചിട്ട് നീ കാണിക്കൻ. അവിടെയാണ് നിന്റെ ആണത്വം. നല്ല തണുപ്പുള്ള രാത്രിയിൽ നീ ഒളൂ ചെയ്തിട്ട് കൃത്യമായിട്ട് തഹജ്ജ് നിസ്കരിക്കാൻ വേണ്ടി എഴുന്നേൽക്കൻ. അവിടെയാണ് നിന്റെ ആണത്വം തെളിയിക്കേണ്ടത്. അവിടെ നീ പൂതിപ്പുറച്ചേർന്ന് ഉറങ്ങാൻ. അപ്പൊ നീ യഥാർത്ഥ മനുഷ്യനല്ല, നീ മൃഗത്തിന്റെ സ്വഭാവമാണ്. ഹിഫ്ളു അമാന. ഈ ദുനിയാവ് നിന്റെ കൈവെള്ളയിൽ ലഭിക്കണമെങ്കിൽ ഈ ലോകത്തുള്ള എന്തെല്ലാം നിനക്ക് നഷ്ടപ്പെട്ടു പോയിരുന്നാലും നീ വിഷമിക്കേണ്ടതില്ല. നീ നിന്റെ ഉത്തരവാദിത്തങ്ങൾ പരിപൂർണമായി സൂക്ഷ്മത വെച്ചുകൊണ്ട് നിലനിർത്തണേ എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നാമതായി പറഞ്ഞതാണ്. ഉത്തരവാദിത്തങ്ങൾ പരിപൂർണമായി നിർവഹിക്കുന്നവരാകണം. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വീണ്ടും പറയുകയാണ്, وَحُسْنُ خَلِيقَةٍ وَصِدْقُ حَدِيثٍ وَحُسْنُ خَلِيقَةٍ. നീ അമാനത്തിനെ പരിപൂർണമായി ഉത്തരവാദിത്തങ്ങളെ സൂക്ഷിക്കുക മാത്രമല്ല, നിന്റെ ജീവിതത്തിൽ സത്യസന്ധത പുലർത്തിക്കൊണ്ട് ജീവിക്കണേ. സത്യം മാത്രം പറഞ്ഞുകൊണ്ട് നിലകൊള്ളണേ. വസിദ്ഖു ഹദീസൻ. വായെടുത്താൽ മോശത്തരം പറയാൻ പാടില്ല. ഒരു കളവ് പോലും മുഅ്മിനേ നിന്റെ നാവിൽ നിന്ന് പറയാൻ പാടില്ല എന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. സത്യം മാത്രം പറയുക, അങ്ങനെ ജീവിക്കുക. സാധിക്കുമോ? നമുക്ക് സാധിക്കും, നല്ലതുപോലെ പരിശ്രമിച്ചാൽ. മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു 18-ാമത്തെ വയസ്സിൽ ബഗ്ദാദിന്റെ മണ്ണിലേക്ക് പോകുമ്പോ
വാപ്പ ചെറുപ്പത്തിലെ മരണപ്പെട്ടു പോയ വ്യക്തിയാണ് ബഹുമാനപ്പെട്ട മുഹയ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു. മനസ്സിലാക്കണേ, ഇവിടെ യതീമാണ്. മുഹയ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു ഒരു ജ്യേഷ്ഠ സഹോദരനുണ്ട്, ഒരു ജ്യേഷ്ഠനും കൂടിയുണ്ട്. രണ്ടുപേർക്കും കൂടി വാപ്പ അനന്തരമാക്കി വെച്ചതാകുന്ന ഒരു മനോഹരമായ പൂന്തോട്ടം അത് പരിപൂർണമായി വിറ്റ് അതിന്റെ പൈസ ഡിവൈഡ് ചെയ്ത് രണ്ടുപേർക്കും കൊടുത്തു. 80 സ്വർണ്ണ നാണയം കിട്ടി. അതിൽ നിന്ന് ഒരാൾക്ക് 40 സ്വർണ്ണ നാണയവും മറ്റേ ആൾക്ക് 40 വീതിച്ചു. ആ 40 സ്വർണ്ണ നാണയമാണ് പോക്കറ്റിന്റെ ഒരു ഭാഗത്ത് കുപ്പായത്തിന്റെ ഉള്ളിൽ തന്നെ സെപ്പറേറ്റ് ഒരു പോക്കറ്റ് അടിച്ച് അതിനുള്ളിൽ ഉമ്മ തുന്നി ചേർത്ത് കൊടുത്തത്. ആരും കണ്ടുപിടിക്കൂല. ആ നിലയ്ക്ക് ഇൽമ പഠിക്കാൻ വേണ്ടി 18ാമത്തെ വയസ്സിൽ ബഗ്ദാദിന്റെ മണ്ണിലേക്ക് പോവുകയാണ് മുഹയ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു. എത്ര കൊല്ലം പഠിച്ചു? 33 കൊല്ലം ഇൽമ പഠിച്ചു. 18 to 33 കൊല്ലം ഇൽമ പഠിച്ചു. 40 കൊല്ലം പിന്നീട് ദർസ് നടത്തി. എന്റെ വിഷയം അതല്ല. ഈ പോകുന്ന വഴിയിൽ കൊള്ളക്കാര് പിടിച്ചു. വിശാലമായ ചരിത്രം നമുക്കറിയാം, ചുരുക്കി പറയാൻ. ദേഹം മുഴുവനും പരിശോധന നടത്തി, ഒന്നും കിട്ടിയില്ല. അവർ പോകാൻ പോകുമ്പോൾ കൊള്ളത്തലവൻ ചോദിച്ചു, നിന്റെ കയ്യിൽ വല്ലതും ഉണ്ടടാ എന്ന് ചോദിച്ചു. ഈ ഒന്നും ഇല്ലാതെയാണ് ഈ നടക്കുന്ന യാത്ര പോകുന്നത് എന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു, എന്റെ കയ്യിലുണ്ടല്ലോ, നിങ്ങൾ ചോദിക്കണ്ടേ? എന്തുണ്ട്? സ്വർണ്ണ നാണയമുണ്ട്. എത്രയുണ്ട്? 40 സ്വർണ്ണ നാണയമുണ്ട്. എവിടെ? ഇവിടെ കാണിച്ചു കൊടുത്തു. കുപ്പായത്തിന്റെ അടിയിൽ. കൊള്ളക്കാരനാകെ ഞെട്ടി. ഇങ്ങനത്തെ ഒരു കുട്ടിയോ? കാരണം ഫുള്ള് പരിശോധിച്ചു, ഒന്നും കിട്ടിയില്ല. പോകാൻ വേണ്ടി തുനിയുമ്പോഴാണ് ചോദിച്ചത്, എൻ്റെ കൈ വല്ലതും വെച്ചോണ്ട് വേണ്ടടാ യാത്ര ചെയ്യാം. ബഗ്ദാദിലോട്ടൊക്കെ പോകുമ്പോൾ ഇത്രയും ദൂരത്തൊക്കെ യാത്ര ചെയ്യുമ്പോൾ ഒരു പൈസ പോലും ഇല്ലാതെയാണോ പോകുന്നത്? പൈസയല്ല, സ്വർണം തന്നെ വെച്ചിട്ടുണ്ട്. ഇത് എവിടെ ഉണ്ട്? 40 സ്വർണ്ണ നാണയം തുറന്ന് കാണിച്ചു കൊടുത്തു. കൊള്ളത്തലവന് ഹിദായത്തിന്റെ വെളിച്ചം അല്ലാഹു കൊടുക്കാൻ സത്യം പറഞ്ഞതിന്റെ പേരിൽ ആ കൊള്ളത്തലവൻ ഉൾപ്പെടെയുള്ള മുഴുവൻ ആളുകളും ഇസ്ലാം മതം സ്വീകരിച്ചു. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. നമ്മളാണെങ്കിലോ സ്വർണ്ണ നാണയം കണ്ടിട്ട് പോലും ഇല്ല. 5 പൈസ ഇല്ലാതെ നമ്മളെ ഉമ്മ ഇങ്ങോട്ട് വിട്ടേക്കുന്നത്. ഒന്നുമില്ല. നിങ്ങളുടെ വല്ലതും ഉണ്ടെങ്കിൽ എന്താ തരണേ? കൊള്ളത്തലവനോട് അങ്ങോട്ട് ചോദിക്കും. കാരണം എന്താ? ഇത് മൊത്തം കൊണ്ടുപോയെങ്കിലും. അതാണ് നമ്മുടെ ചിന്താഗതി. ഇത് കൊണ്ടുപോയാലും വിഷയമില്ല, സത്യമേ പറയുള്ളൂ. ഉമ്മ അതാ പഠിപ്പിച്ചിരിക്കുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്, 7 to 14 വരെയുള്ള വയസ്സ് വരെ മക്കൾക്ക് എന്തു കൊടുക്കണം? അദബ് പഠിപ്പിക്കണം, മര്യാദ പഠിപ്പിക്കണം. അപ്പയുടെ ഉത്തരവാദിത്വമാണ്. 14 വയസ്സ് മുതൽ 21 വരെ വസാഹിബുഹും സബ്അ, അവരോട് നല്ല കൂട്ടുകാരായിട്ട് മാതാപിതാക്കൾ നിലകൊള്ളണേ എന്ന് അലി റളിയല്ലാഹു അൻഹു. കൂട്ടുകാരെ പോലെ നിലകൊള്ളണം. 14 to 21 ആ പ്രായത്തിലാണ് ഇവൻ പ്രേമിക്കാൻ തുനിയുന്നത്. ആ പ്രായത്തിലാണ് ഇവൾക്ക് മറ്റുള്ളവൻ മോശപ്പെട്ട ചേഷ്ടകൾ കാണിച്ച് ഇവളെ വശീകരിക്കാൻ, മകളെ വശീകരിക്കാൻ ശ്രമിക്കുന്നത്. അപ്പൊ വാപ്പയും ഉമ്മയും കൂടുതൽ അറ്റാച്ച്മെന്റ് ആ സമയം കാണിച്ചാൽ കുട്ടികൾ വീട്ടിൽ വന്നിട്ട് പറയും, റോഡിൽ ഇന്നൊരുത്തനുണ്ട്, ഉമ്മച്ചി എന്നെ കണ്ടുകൊണ്ട് അവൻ ഇങ്ങനെ വരികയായിരുന്നു, ഉമ്മ അവൻ ഇങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു, വാപ്പ അവിടെ റോഡിൽ ഒരുത്തൻ അവിടെ നിന്നിട്ട് എന്നെ ശൂളം വിളിക്കുന്നുണ്ട് എന്ന് പറയാൻ ഈ മകളും മകനും തയ്യാറാകും. അവിടെ ഒരുത്തൻ എന്നെ കഞ്ചാവിന് ഒന്ന് സെയിൽ ചെയ്യുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്നും പറയും. അല്ലെങ്കിൽ ഞാൻ ഇന്നവിടെ പോയപ്പോൾ എന്നോട് ഒരുത്തം വന്നിട്ട് സിഗരറ്റ് വലിക്കാൻ വേണ്ടി പൈസ തരുമെന്ന് ചോദിച്ചു, ഇല്ലെങ്കിൽ അവൻ വാങ്ങിച്ചു തരാം നാളെ എന്ന് പറയാൻ. അപ്പൊ വാപ്പാക്കും ഉമ്മാക്കും ഇടപെടാൻ പറ്റും. ഇത് തീന്മേശയിൽ ബന്ധമില്ല. മക്കളെ ജനിപ്പിച്ചതിന് ശേഷം പിന്നീട് അവരോട് ഒരു മിനിറ്റിരുന്ന് സംസാരിക്കാൻ പോലും വാപ്പാക്ക് സൗകര്യമില്ല. അപ്പോൾ വലിയ തിരക്കിന്റെ ലോകത്താണ്. ഒന്നില്ലെങ്കിൽ പ്രവാസി, അല്ലെങ്കിൽ നാട്ടിൽ തന്നെ ഇങ്ങനെ കച്ചവടം, മറ്റു ബിസിനസ്, അതിന്റെ പുറകെ നിൽക്കാൻ. എപ്പോഴും വലിയ ദേഷ്യപ്രകൃതം, മക്കളോടൊക്കെ എപ്പോഴും ദേഷ്യം, അവരെ അടിക്കുന്നു. ഉമ്മയും ദേഷ്യം കാണിച്ചെങ്കിലേ മക്കൾ നന്നാവൂ എന്നുള്ള ചിന്താഗതി. അങ്ങനൊന്നുമല്ല. എത്ര അടിയാണ് അടിച്ചിട്ടുള്ളത് സഹാബത്ത് അവരുടെ മക്കളെ? ചരിത്രമെടുത്ത് പരിശോധിക്കാം. തെറ്റ് ചെയ്താൽ അടിക്കണ്ട എന്നല്ല ഈ പറഞ്ഞതിന്റെ അർത്ഥം, അത് വേണം. പക്ഷേ അടിക്കുകയും ശകാരിക്കുകയും അത് മാത്രമായി ജീവിതം കൊണ്ട് നടക്കുകയും ചെയ്യരുത്. ഈ 3 ഘട്ടങ്ങൾ നല്ലതുപോലെ ശ്രദ്ധിച്ചാൽ കുടുംബത്തിലെ ഉത്തരവാദിത്വം വൃത്തിയായി കൊണ്ടുപോകാൻ സാധിക്കും. അള്ളാഹു തൗഫീഖ് തരട്ടെ.
അപ്പൊ സത്യസന്ധത പുലർത്തിയതുകൊണ്ട് വൈദ്യൻ ശൈഖ് റളിയല്ലാഹു അൻഹുവിന് ഉന്നതമായ വിജയത്തിലേക്ക് എത്താൻ സാധിച്ചു. ഔലിയാക്കളുടെ നേതൃത്വ പദവിയിലേക്ക് അള്ളാഹു എത്തിച്ചു എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അത് വലിയൊരു വിഷയമാണ്. ജീവിതത്തിൽ സത്യം പറയുക, നാവുകൊണ്ട് ആവശ്യമില്ലാത്തത് പറയാതിരിക്കുക.